ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാത്സിലെ ജോമെട്രിക്കൽ ഷേപ്സ് അല്ലെങ്കിൽ ജാമിതീയ രൂപങ്ങളിൽ നിന്ന് മുൻകാല PSCയിൽ ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറയാറുണ്ട്, നമ്മളൊരു PSC എക്സാമിന് നോക്കുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇവയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ PSC എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോഗ്രഫി ആയാലും അല്ലെങ്കിൽ ഹിസ്റ്ററി ആയാലും ബാക്കി എല്ലാം പഠിച്ചിട്ട് നമ്മൾ നേടുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നോളജ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഒരുപാട് വായിക്കണം, അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കണം. അതേസമയം ഇംഗ്ലീഷ്, മാത്സ് എന്നിവ ഒരു പാറ്റേൺ ആണ്. ആ ഒരു പാറ്റേണിൽ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സമചതുരത്തിന്റെ ഏരിയ കാണേണ്ടത് എങ്ങനെയാണ്, ഏരിയ എന്താണ്, ഏരിയ എങ്ങനെയൊക്കെ കാണാം എന്ന് പഠിച്ച ഒരാൾക്ക് സമചതുരത്തിൽ നിന്ന് വന്നിട്ടുള്ള എന്ത് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ആ സമചതുരത്തിനെ കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ഇക്വേഷൻസും പഠിച്ചാൽ മാത്രം മതി. അതേസമയം നമ്മളൊരു ഹിസ്റ്ററി ക്ലാസ് എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എല്ലാവരും മാത്സ് നന്നായിട്ട് ഫുള്ളായി മാർക്ക് മേടിക്കുകയും വേണം, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ നോക്കുകയും വേണം. മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും. ഇപ്പോൾ മൊത്തം 50 മാർക്കാണ് വെച്ചാൽ ആ ഒരു 50 മാർക്കിൽ 43ന്റെ മേലെ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. 50ൽ 43ന്റെ മേലെ നമ്മൾ ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ സ്കോർ ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഇറങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 9216 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. ഇതിന്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എന്താണ് പരപ്പളവ് എന്ന് നോക്കാം. എന്താണ് പരപ്പളവ്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണത്തിനെയാണ് പരപ്പളവ് എന്ന് പറയുന്നത്. എന്താണ്? വിസ്തീർണത്തിനെയാണ് പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിസ്തീർണം? ഇപ്പോൾ ഇവിടെ ചെന്നിരിക്കുന്ന ആകൃതി എന്ന് പറയുന്നത് സമചതുര ആകൃതിയാണ്. എന്താണ് സമചതുരം? ആദ്യം സമചതുരം എന്ന് പറഞ്ഞാൽ അതൊരു ചതുർഭുജമാണ്, 4 വശങ്ങളുള്ള ഒരു സാധനമാണ് ഈ സമചതുരം എന്ന് പറയുന്നത്. സമം പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള, ചതുരം ചതുരത്തിൽ ആകൃതിയുള്ളത്. അപ്പോൾ ഈ 4 വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ചതുരത്തിനെയാണ് സമചതുരം എന്ന് പറയുന്നത്. ഇനി എന്താണ് വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ? പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലുള്ള സ്ഥലമാണ് നമ്മൾ എന്ത് പറയുന്നത്? പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇതിനുള്ളിൽ ഒട്ടിക്കേണ്ട ടൈൽസിന്റെ അളവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത്. സപ്പോസ് ഞാനിവിടെ കുറച്ച് കുട്ടികളെ ഇങ്ങനെ അസംബിൾ നിർത്തിയിരിക്കുന്ന പോലെ ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 1 2 3 4 5, ഇവിടെ ഞാൻ എന്ത് ചെയ്ത് 1 2 3 4 5. പിന്നെ ഈ റോയിലും ആൾക്കാരുണ്ട്, ഈ റോയിലും ആൾക്കാരുണ്ട്, ഈ റോയിലും കുട്ടികളുണ്ട്, ഈ റോയിലും കുട്ടികളുണ്ട്. അങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ മൊത്തം കുട്ടികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഇതിലുള്ള ആൾക്കാരുടെ മൊത്തം കൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരെയും എണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇവിടെ 5 പേരുണ്ട്, ഈ 5 പേര്, ഈ ഭാഗത്തും 5 പേര്. നമ്മൾ എന്ത് ചെയ്യും? 5 × 5 ചെയ്യും, 25 എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൽ 25 ആളുകളായിരിക്കും ഉണ്ടാവുക. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആളുകൾ മാറ്റി. ഇപ്പം എന്തായി? ഇവിടെ നമ്മൾ 5 മീറ്റർ നീളമുണ്ട്, 5 മീറ്റർ വീതിയുമുണ്ട്. 5 മീറ്റർ നീളമുണ്ട്, 5 മീറ്റർ വീതിയുമുണ്ട്. അപ്പോൾ ഇവിടെയുള്ളതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 × 5 25 എന്ന് കണക്ക് കൂട്ടും. ഇനി ഇവിടെ നമ്മൾ മാറ്റി, ഇവിടെ നമ്മൾ 6 വയ്ക്കുക, ഇവിടെ 6, ഈ ഭാഗത്തും 6. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിസ്തീർണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 × 6 36 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 9216 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. ചതുരശ്ര മീറ്റർ പറയുമ്പോൾ മീറ്റർ സ്ക്വയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഈ സപ്പോസ് ഇവിടെ എ ആണ് ലെങ്ത്, ഇവിടെയും എ ആണ് ലെങ്ത് പറഞ്ഞാൽ ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? A × A അല്ലെങ്കിൽ A സ്ക്വയർ. ഇവിടെ A സ്ക്വയർ വന്നിട്ട് തന്നിരിക്കുന്നത് എത്രയാണ്? A സ്ക്വയർ = 9216. അപ്പോൾ ഈ 9216 A സ്ക്വയർ എന്ന് തന്നിരിക്കുന്നത്. നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു വശത്തിന്റെ നീളം മാത്രമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? A ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ A നെ കാണാൻ എന്ത് ചെയ്യണം?
എനേക്കാൾ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് 9216. എ സ്ക്വയർ 9216 ആകുമ്പോൾ എ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ 9216 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഈ സ്ക്വയർ റൂട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പല വിധത്തിൽ കണ്ടുപിടിക്കാം. ഒന്നാമത്തേത് നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ്, ഈ അറ്റത്തുള്ളത് 6 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്വയറിന്റെ എല്ലാ ഘടകങ്ങളും നോക്കണം. 1ന്റെ സ്ക്വയർ എന്തായിരിക്കും? 1 ആണ്. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. അപ്പോൾ ഇവിടെ 6 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ അക്കം 4 ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. എന്തിലാണ് അവസാനിക്കുന്നത്? 5ലാണ് അവസാനിക്കുന്നത്. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. അത് എത്രയിലാണ് അവസാനിക്കുന്നത്? 6ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ 9216 വേറെ ഒരു അക്കം വരാനുള്ള ചാൻസ്, അവസാനത്തെ അക്കം വരാനുള്ള ചാൻസ് 6 ആണുള്ളത്. 7ന്റെ സ്ക്വയർ ആണെങ്കിലോ 9ൽ അവസാനിക്കും. 8ന്റെ സ്ക്വയർ ആണെങ്കിലോ 64ൽ അവസാനിക്കും. 9ന്റെ സ്ക്വയർ ആണെങ്കിലോ 81ൽ അവസാനിക്കും. നമുക്ക് കിട്ടാവുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 4 അല്ലെങ്കിൽ 6 ആയിരിക്കും. ഏതായിരിക്കും? 4 അല്ലെങ്കിൽ 6 ആയിരിക്കും. ഇനി ഓപ്ഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ നോക്കൂ, 6, 6, 4, 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും സംഖ്യ ആവാൻ വഴിയുണ്ട്. ഇനി 8, ആദ്യത്തെ സംഖ്യ എടുത്തു 8. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8, 64. അപ്പോൾ ഇപ്പോൾ 80 വെച്ചാൽ ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് 6400 ആയിരിക്കും. അപ്പോൾ 80ന്റെ സ്ക്വയർ എത്രയാണ്? 6400. ഇനി 90ന്റെ സ്ക്വയർ ആണ് വയ്ക്കുക. 90ന്റെ സ്ക്വയർ എത്രയായിരിക്കും? ഈ 0ന് 2 0 8 9 81. 8100 ആയിരിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് 9216 ആണ്. അപ്പോൾ 8100നേക്കാൾ മേലെയാണ്. അപ്പോൾ നമുക്ക് ആൻസർ 94 വരാം, അല്ലെങ്കിൽ 96 വരാം. അതൊക്കെ വരാം, 94 വരാം, അല്ലെങ്കിൽ 96 വരാം. ഇനി നമുക്കിത് ഗുണിക്കാൻ ഈസിയാണ്. എന്ത് ചെയ്യാം? 96ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് 6 6 36. സിസ്റ്റം 3 വരും. ഇനി എന്ത് ചെയ്യണം? ഇവിടെ 6 + 6 വരും. 6 + 6 എത്ര വരും? 12. 12 × 9 ചെയ്യാം. 12 × 9 എത്ര വരും? 108 വരും. 108 + 3 എത്ര വരും? 111 വരും. സിസ്റ്റം എത്ര വരും? 11 വരും. 9 9 81. 81 1 82 10 92 വരും. അപ്പോൾ 96 ആണ് ആൻസർ വരിക. ഇനി 94ന്റെ നോക്കിയാൽ 94ന്റെ സ്ക്വയർ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുക? 4 × 4. ആദ്യം 4 × 4 ചെയ്യുക. അപ്പോൾ എത്ര വരും? 16 വരും. ഓക്കെ, അതിൽ 6 മാത്രം എഴുതുക. സിസ്റ്റം 1 വയ്ക്കുക. ഇനി 4 + 4 കൂട്ടുക. അതിനെ 9 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും? 4 4 8. 89 72. 72ൻ്റെ കൂടെ ഈ സിസ്റ്റം കൂട്ടുക. അപ്പോൾ എത്ര വരും? 73 വരും. സിസ്റ്റം 7 വരും. ഇനി 9 × 9 എത്ര വരും? 81 വരും. 81 7 88 വരും. 8836 വരും. അപ്പോൾ 94ന്റെ സ്ക്വയർ 8836, 96ന്റെ സ്ക്വയർ 9216. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, 9216. ഇനി ഇതിനേക്കാൾ ഒരു ഈസി ആയിട്ട് വേറൊരു ഐഡിയ ഉണ്ട്. നമ്മൾ 90ന്റെ മേലെയാണെന്ന് കണ്ടുപിടിച്ച് 94 ആവും, അല്ലെങ്കിൽ 96 ആവും. ഇനി നമുക്ക് 95ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇതിനേക്കാൾ ഈസിയാണ്. നമ്മൾ ഗുണിക്കേണ്ട ആവശ്യമുണ്ടോ? 95ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 5ന്റെ സ്ക്വയർ 25 എഴുതി. 9ന്റെ സ്ക്വയർ എങ്ങനെ ഗുണിക്കാം? 9 × 10. 9ന്റെ അടുത്ത സംഖ്യ കൊണ്ട് 9 ഗുണിക്കാം. അപ്പോൾ 9 × 10 90 വരും. അപ്പോൾ 9025 ആയിരിക്കും 95ന്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 9216 ആയതുകൊണ്ട് തന്നെ 95ന്റെ മുകളിലായിരിക്കും സംഖ്യ. അതുകൊണ്ട് 96 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അതല്ലാണ്ട് നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള കറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ്? നമ്മളിതൊക്കെ എക്സാം ഹാളിലാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ എക്സാം ഹാളിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടൈം ലാപ്സ് ഇല്ലാതെ ആൻസറിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതേസമയം യഥാർത്ഥത്തിൽ 9216ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ 2 അക്കങ്ങളുള്ള സംഖ്യകളായിട്ടായിരിക്കും മാറ്റുക. അപ്പോൾ 92ൽ ഫുള്ളായിട്ട് പോകുന്ന ഏറ്റവും വലിയ പൂർണ്ണം ഏതാണ്? അതായത് 9 81. സിസ്റ്റം 11. പിന്നെ 16 എഴുതി. 9ന്റെ ഇരട്ടി 18. ഇവിടെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇത് മൊത്തമായിട്ട് പോകുക, അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ 6 ചെയ്താൽ 6 6 36. സിസ്റ്റം 3. 6 8 48 3 51. സിസ്റ്റം 5. 1 6 6 6 5 11 1116. സിസ്റ്റം 0. അപ്പോൾ 96 വരും.
അപ്പോൾ 4 അക്കങ്ങളുള്ള ഒരു സംഖ്യയാണ് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ 2 അക്കങ്ങളായിട്ട് പിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പിരിക്കുന്നത്? ഇപ്പോൾ 2 അക്കങ്ങളാണ് വെച്ചാൽ 3 അക്കമാണ് വെച്ചാൽ ആദ്യത്തെ ഒരു സംഖ്യ പിന്നെ 2 സംഖ്യകൾ വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 3 അക്കമാണ് വെച്ചാൽ നമ്മുടെ സ്ക്വയറിൻ്റെ സംഖ്യകളുടെ അക്കങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി ഇവിടെ 4 അക്കമാണുള്ളത് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന സ്ക്വയർ റൂട്ടിൻ്റെ അക്കങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഇരട്ട അക്കങ്ങളുള്ള സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും. അതേസമയം ഒറ്റ അക്കങ്ങളാണ് ഉള്ളൂ വെച്ചാൽ ആ അക്കങ്ങൾ എത്ര എണ്ണമുണ്ടോ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി അതിൻ്റെ പകുതി എടുത്ത അത്രയും അക്കങ്ങളായിരിക്കും അതിൻ്റെ റൂട്ടിലുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 4 അക്കമാണ് വെച്ചാൽ നമ്മൾ ഇവിടെ 92, 16. ഈ 92-ൽ അതിന് താഴെയുള്ള ഏറ്റവും വലിയ പൂർണ്ണമായിട്ടുള്ള സംഖ്യയിലേക്ക് എത്തിക്കുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. അതായത് 92 വെച്ചാൽ 81 ഉള്ളത്. അതേസമയം 76, 14 വയ്ക്കുക. സപ്പോസ് അങ്ങനെയാണ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, 76ലേക്ക് താഴെ വരുന്ന സംഖ്യ ഏതാണ് പൂർണ്ണമായിട്ടുള്ള സംഖ്യ? 6, 36, 7, 49, 8, 64, 64 വരും, 9, 81 വരും. അപ്പോൾ എന്ത് ചെയ്യും, 64 ഏറ്റവും പൂർണ്ണമായിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 8 എടുക്കും, 64 ചെയ്യാം. ഇനി ഈ 8ൻ്റെ ഇരട്ടി വേണം ഇവിടെ താഴെ എഴുതാൻ. അപ്പോൾ 8, 16. പിന്നെ ഈ ഒരു സംഖ്യ ഇവ തമ്മിൽ കുറച്ചിട്ട് ബാക്കി ഇവിടെ എഴുതും. പിന്നെ ഈ അറ്റത്തുള്ള സംഖ്യ അങ്ങനെ താഴെ എഴുതിയിട്ട് ഇനി ഇവിടെ എത്ര കൊണ്ട് ഗുണിച്ചാലാണോ ഇത് മാറുക, ഇത് ഫുള്ളായിട്ട് സിസ്റ്റം ആവുക, അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയർ റൂട്ടിൻ്റെ ഞാൻ വരുവാണെങ്കിൽ ഒരു ക്ലാസ് പിന്നീട് എടുത്തു തരാം. ഇത് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. അല്ല വെച്ചാൽ ഞാൻ ഒരും കൂടി എക്സാമ്പിൾ തരാം. അപ്പം നമ്മളൊരു സംഖ്യ എഴുതണം, ഒരു 5 അക്ക സംഖ്യ എഴുതണം, 121, 2, 0. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഇതെടുത്തു ഇങ്ങനെ 3ആയിട്ട് തിരിക്കാം. 1ൻ്റെ 1 പൂർണ്ണമായിട്ട് പോണത് 1, സിസ്റ്റം 0. ഇനി 1ൻ്റെ ഇരട്ടി 2, ഈ 1 പണം വെച്ചാൽ ഇവിടെ ഒന്നിട്ട് ഇവിടെ ഒന്നിട്ട്, അപ്പോൾ ഓരോന്നൊന്ന്, 1, 2, 2, 21 ഇറക്കിയിട്ട് 21, 0. ഇനി 11, 22 ഇവിടെ 0, 0. ഇവിടെ ഏതിട്ടാലാണ് ഈ 0 എല്ലാം വരിക, കട്ടാവുക. അപ്പോൾ 0 ഇട്ട് അപ്പോൾ 0, 0, 0 വരും. അപ്പോൾ 12100ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 110 ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ ദ്വിമാന രൂപങ്ങൾ തരംതിരിച്ചെഴുതുക. വൃത്തം പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണ് വൃത്തം. സപ്തഭുജം, സപ്തം പറഞ്ഞാൽ എത്രയാണ്? 7. ഭുജം പറഞ്ഞാൽ വശങ്ങളുള്ളവ, 7 വശങ്ങളുള്ള ഒരു ഇതാണ് പറയുന്നത്. ഇനി വൃത്തസ്തൂപിക, പറഞ്ഞാൽ സിലിണ്ടറിനെയാണ് വൃത്തസ്തൂപിക എന്ന് പറയുന്നത്. ഷഡ്ഭുജം പറഞ്ഞാൽ നമുക്കറിയാം 6 വശങ്ങളുള്ള ഒരു രൂപമാണ് ഷഡ്ഭുജം എന്ന് പറയുന്നത്. അപ്പോൾ ദ്വിമാന രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് XY ആക്സിസിൽ വരയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ ദ്വിമാന രൂപങ്ങൾ എന്ന് പറയുന്നത്. ഈ ദ്വിമാന രൂപങ്ങൾക്ക് ഒരിക്കലും വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഓൺലി നമുക്കതിൽ ടൈൽസ് ഒട്ടിക്കാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ദ്വിമാന രൂപങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് വൃത്തം, സപ്തഭുജം, ഷഡ്ഭുജം എന്നിവ. അപ്പോൾ ഓപ്ഷനിൽ വരുന്നത് C ആണ്. അതേസമയം വൃത്തസ്തൂപിക എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാം 3 ഡയമെൻഷനിലാണ്, അല്ലെങ്കിൽ ത്രിമാന രൂപങ്ങളാണ് ഈ വൃത്തസ്തൂപിക, അതുപോലെ തന്നെ കോണ് എന്ന് പറയുന്നതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. നീളം 3.25 മീറ്ററും വീതി 9.1/3 മീറ്ററും ആയ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്ററാണ്? അപ്പോൾ ഞാൻ ഓൾറെഡി ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ എന്താ ചെയ്യേണ്ടത്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണമാണ്. അപ്പോൾ ഇതിൻ്റെ വിസ്തീർണം കാണാൻ എന്ത് ചെയ്യണം? നീളത്തിനെയും വീതിനെയും ഗുണിച്ചാൽ മതി. നീളം, വീതി, അപ്പോൾ ഇവ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള മൊത്തം അളവ് നമുക്ക് കിട്ടും. അപ്പം നീളം എന്ന് പറയുന്നത് 3/4 വീതി എന്ന് പറയുന്നത് എത്രയാണ്? 9/1/3. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യേണ്ടത്? ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ മിശ്ര ഭിന്നത്തെ
നമ്മൾ സാധാ ഭിന്നമാക്കും. എങ്ങനെ സാധാ ഭിന്നമാക്കുക? 3/4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 + 3/4 ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ വീതി 9 1/3 ആണ് വെച്ചാൽ 9 + 1/3 ആണ് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് സാധാ ഭിന്നമാക്കുമ്പോൾ 3 4 12 + 3 15. എന്താ ചെയ്യുക? 3 × 4 +3 3 4 12 3 15 15/4 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ എത്ര വരിക? 9 × 3 27 + 1 28/3 എന്ന് വരും. അങ്ങനെ വരിക 9 × 3 + 1 27 + 1 28/3 എന്ന് വരും. അപ്പോൾ നമ്മൾ ഗുണിച്ച് എത്ര വരും? 15/4 × 28/3 കൊണ്ട് ഗുണിച്ച് എത്ര വരും? ഈ 3ഉം ഈ 15 പോയാൽ 5 വരും. 28നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 7 വരും. 7 4 28 വരും. അപ്പോൾ 7 35. അപ്പോൾ എന്താണ് ആൻസർ വരിക? ആൻസർ എ ആണ് വരിക. 35 ആണ് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം വെച്ചാൽ നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ചും അറിയണം, അതുപോലെ തന്നെ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനും എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഈ വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നത്തെ സാധാ ഭിന്നമാക്കി. 3/4 നമ്മൾ എന്ത് ചെയ്തു? സാധാ ഭിന്നമാക്കാൻ 3 × 4 + 3 ഈ താഴെയുള്ള 4നെയാണ് മേലെ കൊണ്ട് ഗുണിച്ചത്. ഇവിടെയുള്ള സിസ്റ്റമാണ് ഇത് വരുന്നത്. ബൈ ടോട്ടൽ 4, അതായത് 3 4 12 + 3 /4, അതായത് 15/4 എന്ന് വരും. അപ്പുറത്ത് ചെയ്യുന്ന സമയത്ത് 28/3 എന്ന് വരും. ഇവ തമ്മിൽ ഇതാകുന്ന സമയത്ത് 15നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 15നെ 3 കൊണ്ട് 5 തവണ പോവും. അതുപോലെ തന്നെ 28നെ 4 കൊണ്ട് ഹരിച്ചാൽ 7 തവണ പോവും. 7 × 5 മാത്രം ബാക്കിയും 7 5 35 എന്നുള്ള ആൻസർ വരും. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോകാം. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 10 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആണ്. ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20% 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലെ വർധനവ് എത്ര? അപ്പോൾ ഒരു മട്ടത്രികോണമാണ് കിട്ടിയത്. അപ്പോൾ മട്ടത്രികോണം പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് മട്ടത്രികോണത്തിന്റെ ആകൃതി. ഇതാണ് മട്ടത്രികോണം. അപ്പോൾ ഈ മട്ടത്രികോണത്തിന്റെ ഒരു ഉൾട്ട ഇതേ ഷേപ്പിൽ നമുക്ക് വെച്ചാൽ എന്താവും? സ്ക്വയർ കിട്ടും. ഓക്കെ ആണല്ലോ? ഈ സ്ക്വയറിന് അപ്പം നമ്മൾ ഈ ഒരു സ്ക്വയറിനെ പാതിയായിട്ട് കട്ട് ചെയ്താലല്ലേ നമുക്ക് ഇങ്ങനെ ഒരു മട്ടത്രികോണം കിട്ടുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ നീളം ബേസ് എന്ന് പറയാം. സാധാരണ ബേസ് എന്ന് പറയുന്നത് ബി എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതെന്താ പറയുക? ഇത് എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണ് വെച്ചാൽ ഈ ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഏരിയ എത്ര ആയിരിക്കും? BH ആയിരിക്കും. പക്ഷെ നമ്മളിതിനെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് BH. എന്താണ്? ഹാഫ് BH ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നീളങ്ങൾ യഥാക്രമം. നീളം പറയുന്നത് ബി എത്രയാണ്? ലംബവശങ്ങളുടെ നീളങ്ങൾ തന്നിരിക്കും. നമുക്ക് B 10 ആയിട്ട് എടുക്കാം. ഹൈറ്റ് എത്രയാണ്? 8 ബിന് എന്ത് ചെയ്തു? 20% വർദ്ധിപ്പിച്ചു. ഇവിടെ 20% വർദ്ധിപ്പിച്ചാൽ എന്താകും? നമുക്കിതിൽ 10% പറയുന്നത് എത്രയാണ്? അത് 1 ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലാസ്റ്റത്തെ അവസാനത്തെ അക്കത്തെ വെട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ 15 വയ്ക്കുക, അല്ലെങ്കിൽ 18 വയ്ക്കുക. ഇതിൻ്റെ 10% പറഞ്ഞാൽ എത്രയാണ്? 1.8 ആയിരിക്കും. ഇനി ഇതിൻ്റെ 1% പറഞ്ഞാൽ എത്ര ആയിരിക്കും? 0.18 ആയിരിക്കും. ഇനി ഇതിൻ്റെ 20% പറഞ്ഞാൽ എത്രയായിരിക്കും? ഇതിൻ്റെ 10% ഇതാണല്ലോ. അപ്പോൾ 20% പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി, അതായത് 3.6 ആയിരിക്കും. ഇനി 2% പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും, 0.36 ആയിരിക്കും. ഇനി ഇതിൻ്റെ 5% പറഞ്ഞാൽ എത്ര ആയിരിക്കും? 0.18 × 5 ചെയ്യണം. അത് നമ്മളത് ചെയ്യേണ്ട 18/2 ചെയ്യുക. അപ്പോൾ എത്ര വരും? 9 വരും. അപ്പോൾ 0.9 ആയിരിക്കും ഇതിൻ്റെ 5% എന്ന് പറയുന്നത്. 0.18 × 5 ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്കത് കിട്ടും, 0.9 കിട്ടും. അങ്ങനെയൊക്കെ സൂത്രങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ 18 തന്നിരിക്കുകയാണ്. അതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? 18നെ 100 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും നോക്കിയാൽ മതി. അപ്പോൾ 0.18 കിട്ടും. ഇനി 18ന് 10% കിട്ടേണ്ടത് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലാസ്റ്റത്തേത് ഒരു 10 കൊണ്ട് ഹരിച്ചാൽ മതി, അതായത് 1.8 കിട്ടും. 1 ദശാംശം ഉള്ളിലേക്ക് കുത്തി വെച്ചാൽ മതി. ഇനി 18ൻ്റെ 5% നമ്മൾ കാണേണ്ടത് വെച്ചാൽ എന്ത് ചെയ്യണം? 18നെ 2 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് അതിൻ്റെ 18 2 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടും. അതിൻ്റെ ഇപ്പുറത്ത് ഒരു പോയിന്റ് ഇടുക. അപ്പോൾ 0.9. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ ബി തന്നിരിക്കുന്നത് 10ആണ്. 10നെ 20% വർദ്ധിപ്പിച്ചു. അപ്പോൾ 10% പറഞ്ഞാൽ 1 വർദ്ധിപ്പിച്ചു. 20% പറഞ്ഞാൽ 2 വർദ്ധിപ്പിച്ചു. അപ്പോൾ എത്രയാ? 10 + 2 12 ആകും. ഇനി ഹൈറ്റ് എച്ച് എത്രയാണ്? 8ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ 25% വർദ്ധിപ്പിച്ചത്. 25% വർദ്ധിപ്പിക്കുന്ന എന്താണ്? ഇതിൻ്റെ 4/1 വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 4/1 പറഞ്ഞാൽ എത്രയാണ്? 8/4 പറയുന്നത് 2ആണ്. അപ്പോൾ 8 + 2 10 വർദ്ധിപ്പിച്ചു. അപ്പോൾ മുമ്പ് എത്രയായിരുന്നു ഏരിയ എന്ന് പറയുന്നത്? മുമ്പ് ഏരിയ എന്ന് പറയുന്നത് ½ × 10 × 8, അതായത് 5 8 40 ആയിരുന്നു. ഇപ്പോൾ എത്രയായി? ½ × 12 × 10 ആയി. അതായത് എത്രയായി? 60 ആയി. അപ്പോൾ എത്ര ഡിഫറൻസ്? പരപ്പളവിലെ വർധനവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തത് 60 ആയി. മുമ്പ് 40 ആയിരുന്നു. എത്രയാണ് മുമ്പിൽ നിന്നുള്ള വർധനവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 60 - 40/40 × 100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വരും? 60 - 40 എത്ര വരും? 20 വരും. 20/40 × 100 എന്ന് വരും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് എത്ര വരും? 50 എന്നുള്ള ആൻസർ വരും. അപ്പോൾ ആൻസർ എത്രയാണ്? 50% ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത്, ഒരു വൃത്തത്തിലെ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം എന്ത്? വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ പരിധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് വ്യാസം എന്ന് പറഞ്ഞാൽ? ഒരു സർക്കിൾ വരയ്ക്കാണ്, ഒരു വൃത്തം വരയ്ക്കാണ്. ഒരു വൃത്തമാണെന്ന് സങ്കല്പിക്കാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ ഈ ഒരു അളവാണ്. അപ്പോൾ ഇവിടെ സെൻറ്റർ പോയിന്റിലുള്ള ഒരാൾ ഒരു നാരിൽ ഒരു കല്ല് കെട്ടിയതിന് ശേഷം അതിനെ ചുറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കല്ലിൻ പിടിക്കുന്ന ആ നാരിൻ്റെ അളവ് എന്ന് പറയുന്നത് അതാണ് R എന്ന് പറയുന്നത്. എന്താണ് R എന്ന് പറയുന്നത്? എത്ര? R എന്ന് പറയുന്നത് ഈ ഒരു അളവാണ് R എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റും കൂടി അളക്കുന്ന ഈ ഒരു അളവ്, അതായത് ഇവിടെ തൊട്ടിട്ട് ഇതുവരെയുള്ള അളവാണ് എന്തെന്ന് പറയുന്നത്? വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയാമീറ്ററിൻ്റെ അളവ് എന്ന് പറയുന്നത് ആരത്തിൻ്റെക്കാൾ 2 ഇരട്ടിയായിരിക്കും. നമ്മളൊരു കയറ് കെട്ടിയിട്ട് ചുറ്റുകയാണ് വിചാരിക്കുക. അപ്പോൾ ആ കയറിൻ്റെ ലെങ്ത്താണ് എന്തെന്ന് പറയുന്നത്? ആരം എന്ന് പറയുന്നത്. അതിൻ്റെ 2 ഇരട്ടി, അതാണ് എന്തെന്ന് പറയുന്നത്? വ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വ്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? വ്യാസം കാണാൻ D = 2R ആണ്. 2 ടൈംസ് ഓഫ് ആരം അല്ലെങ്കിൽ റേഡിയസ് ആണ്. ഇനി പരിധി എന്ന് പറഞ്ഞാൽ ഈ വെളിയിലുള്ള അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചുറ്റളവ് അല്ലെങ്കിൽ പരിധി എന്ന് പറയുന്നത്. അത് കാണാനുള്ള സൂത്രവാക്യം എന്താണ്? അത് കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് 2πr ആണ്. എത്രയാണ്? 2πr ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ഒരു വൃത്തത്തിലെ ആരോ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ 2R = 2πr. അത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2R കൊണ്ട് 2 ഭാഗത്തും ഹരിച്ചു. അപ്പോൾ എന്തായി? 1/π എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 1/π. C ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.